ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഈ ട്രെൻഡിങ് കല്യാണം. അതായത് കല്യാണത്തിൻ്റെ ഇടയ്ക്ക് മുത്തം കൊടുക്കുക, താലികെട്ട് കഴിഞ്ഞ ഉടനെ ചെറുക്കൻ പെണ്ണിനെ പിടിച്ച് മുത്തം കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, ചുണ്ടോട് ചുണ്ട് ചേർത്ത് നിർത്തുക, എടുത്ത് വട്ടം കറക്കുക, എടുത്തുകൊണ്ട് ഓടുക. ഇങ്ങനെയുള്ള പലവിധ കോപ്രായങ്ങളാണ് കല്യാണത്തിനിടയ്ക്ക് നമ്മൾ കണ്ടുവരുന്നത്. പണ്ടത്തെ കല്യാണവും ഇപ്പോഴത്തെ കല്യാണവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചടങ്ങുകളായിരുന്നു, എല്ലാം നല്ല രീതിയിൽ ചടങ്ങുകൾ നടത്തുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് താലികെട്ടി കഴിഞ്ഞാൽ ഉടനെ ആദ്യം ചെയ്യുന്ന ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെയൊക്കെ അങ്ങനെയല്ല. താലി കെട്ടി കഴിഞ്ഞും പിന്നെയും ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. കൈ പിടിച്ച് പിന്നെ മണ്ഡപത്തിന് ചുറ്റും നടക്കുക, അങ്ങനെ പല രീതിയിലുള്ള ചടങ്ങുകളുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് താലി കെട്ടിയാൽ ഉടനെ അടുത്ത നിമിഷം തന്നെ ഉമ്മ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രെൻഡ്. അതായത് ഈ ട്രെൻഡിങ് കല്യാണത്തിൻ്റെ ഒരു ചടങ്ങാണ് കേട്ടോ, ആദ്യത്തെ ചടങ്ങാണ്. അതിനുശേഷം പെണ്ണും തിരിച്ച് ഉമ്മ കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ എടുത്ത് പൊക്കാം, എടുത്ത് വട്ടം കറക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ട്രെൻഡുകൾ നമ്മുടെ ന്യൂജൻ പിള്ളേർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഇതാദ്യമൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമായിട്ടേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് എല്ലാവരും അതിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ ഇല്ലെങ്കിൽ കല്യാണം നടന്നില്ല എന്നുള്ള മട്ടിലാണ് ഇന്നത്തെ ന്യൂജൻ പിള്ളേരും. അതായത് ഇത്രയും ആൾക്കാർ ഈ മണ്ഡപത്തിന് ചുറ്റും നിൽക്കുമ്പോഴാണ് ഈ വക കോപ്രായങ്ങൾ ഈ പിള്ളേർ കാണിക്കുന്നത്. ഒരു ശകലം നാണവോ ഉളുപ്പോ ലജ്ജയോ ഒന്നുമില്ല. താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാമെന്ന്. താലി കെട്ടണ്ട, സേവ് ദി ഡേറ്റ് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാമല്ലോ. എത്ര സേവ് ദി ഡേറ്റ് ആണ് വിവാദമായിട്ടുള്ളത്. ഏതൊക്കെ രീതിയിലുള്ള പല സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോസും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഈ കുടുംബവും ഒത്തിരുന്ന് കാണാൻ പറ്റുന്നതാണോ? പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയുള്ള ഒരു സംഭവമേ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമുക്ക് അന്നൊക്കെ എന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ ആൽബങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. എല്ലാം വേണം, സേവ് ദി ഡേറ്റും കാര്യങ്ങളും ഒക്കെ വേണം. പക്ഷെ അതിര് വിടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ സേവ് ദി ഡേറ്റിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെന്ന് പറഞ്ഞാലും നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടി സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാണ് ഇന്നത്തെ ചെറുപ്പക്കാർ. ഡ്രസ്സ് ഇല്ലാതെ വേണമെങ്കിലും ഇനി എങ്ങനെ രീതിയിൽ വേണമെങ്കിലും ഉമ്മ കൊടുക്കുന്ന, വട്ടം കിടക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, അങ്ങനെ പല രീതിയിൽ ഒരു സത്യം പറഞ്ഞാൽ ഒരു ഏപ്പടമൊക്കെ എങ്ങനെ ചിത്രീകരിക്കുന്ന ആ രീതിയിലാണ് ഇപ്പം ഇന്നത്തെ സേവ് ദി ഡേറ്റ് ഒക്കെ ചിത്രീകരിക്കുന്നത്. നമ്മൾ തന്നെ ഇങ്ങനെ അന്താളിച്ച് നിന്ന് പോകും. കാരണം പണ്ടത്തെ തലമുറയല്ലല്ലോ ഇന്നത്തെ തലമുറ, മാറ്റങ്ങളാണ്. അപ്പം ഇത്രയധികം മാറി എന്നുള്ളതാണ് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ. അപ്പം ഇത്രയധികം ആഘോഷങ്ങളും ഇത്രയധികം പണം ചെലവാക്കി ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കി സേവ് ദി ഡേറ്റും കല്യാണവും ഒക്കെ നടത്തിയതിന് ശേഷം 1 വർഷം പോലും തികയ്ക്കാത്ത ദാമ്പത്യ ജീവിതങ്ങളുണ്ട് ഇല്ലേ? 1 വർഷം പോലും തികയ്ക്കില്ല. അപ്പം അങ്ങനെ ഈ ഒരു പ്രഹസനം കാണിക്കുന്നതിനല്ല. ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിൽ ചേരുന്ന, 2 കുടുംബങ്ങൾ തമ്മിൽ ചേരുന്ന ആ ഒരു ശുഭമുഹൂർത്തം. അവരൊരു കുടുംബ ജീവിതം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ 2 കുടുംബങ്ങൾ ഒരുമിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹവും കാരണവന്മാരുടെയൊക്കെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടും കൂടി ഒരു പുതിയതായിട്ട് തുടങ്ങേണ്ട ഒരു ജീവിതം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഐശ്വര്യമായിട്ട് ചെയ്യുന്നതിന് പകരം ഇന്ന് പലവിധ കോപ്രായങ്ങളും കാണിച്ച് ആ കല്യാണം എന്ന് പറയുന്ന മഹത്തായ ആ ഒരു കാര്യം ട്രെൻഡിങ്ങിൻ്റെ പേരിൽ വെറും കോമാളിത്തരവും കോപ്രായങ്ങളും ആക്കി മാറ്റുകയാണ് ഇന്നത്തെ ന്യൂജൻ പിള്ളേർ. അപ്പം അത് ഇപ്പം നമ്മൾ പറയും നമ്മൾ പഴയ ആൾക്കാരാണ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ആ നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടിയിട്ടില്ല, അങ്ങനെയാണ്, പ്രായത്തിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുകയുള്ളൂ. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക. ഇപ്പം തന്നെ ഈ ഗ്ലാമി ഗംഗയുടെ ഈ ഒരു കല്യാണം കുറച്ചൊക്കെ വിവാദം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലാമി ഗംഗയെ എടുത്തുകൊണ്ട് വരൻ നടയിൽ നിന്നും, ഗുരുവായൂർ നടയിൽ നിന്നും ഓടി വരുന്ന ആ ഒരു ചിത്രീകരണമൊക്കെ. അതുപോലെ തന്നെ ഈ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഈ വക കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ എന്ന് തോന്നിപ്പോകും. സോഷ്യൽ മീഡിയയിൽ വന്ന ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയ്ക്ക്. ശരിക്കും ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ 2 പേരും ഒരു ജീവിതം തുടങ്ങി ജീവിച്ച് കാണിക്കുമ്പോൾ ആ പേരൻസിന്, ആ കുടുംബത്തിന്, 2 പേരുടെയും പേരൻസിന് ഏറ്റവും അധികം സന്തോഷവും സമാധാനവും കിട്ടുന്നത് അന്നേരമാണ്. അല്ലാതെ ഈ ഇത്രയും മീഡിയക്കാരുടെ മുന്നിൽ ഇതുപോലെ എടുത്തുകൊണ്ട് ഓടുന്നതും കെട്ടിപ്പിടിക്കുന്നതും വട്ടം കറക്കുന്നതും മുത്തം കൊടുക്കുന്നതും ഒന്നുമല്ല ഈ നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ പേരൻസിനൊക്കെ സന്തോഷം കൊടുക്കുന്നത്. നമ്മൾ ഇതൊക്കെ
ഭംഗിക്കൊക്കെ ഒരു ഇച്ചിരി നിമിഷത്തേക്ക് കുറച്ച് നേരത്തേക്ക് മാത്രം കാണിക്കുന്ന ഒരുവിധം കോപ്രായങ്ങൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. നമുക്ക് ഈ ഒരു വിയോജിപ്പുള്ളത് ഈ വക കോപ്രായങ്ങളോട് മാത്രമാണ്. കാരണം നമ്മൾ ബെഡ്റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങൾ മണ്ഡപത്തിൽ നിന്നേ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു വിയോജിപ്പുള്ളത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ട്രെൻഡിനൊപ്പമാണല്ലോ. അപ്പൊ ഇപ്പം ട്രെൻഡ് ഇതുവരെ എത്തിയെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ട്രെൻഡ് ഏത് രീതി വരെ എത്തി നിൽക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.